ഹലോ ഗൈസ്, ഒരു വിഷുക്കുളി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് വീട്ടിൽ ഒന്നുകൂടെ നമ്മളൊന്ന് കുളിപ്പിക്കാൻ വേണ്ടി പോവാട്ടോ. ആൾ മണ്ണിൽ കിടന്ന് സ്കിന്നൊക്കെ അങ്ങോട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ മണ്ണിൽ വിടുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ചില സമയത്തുള്ള അവൻ്റെ വാശി കാണുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് വിടല്ലാതെ വേറെ നിവൃത്തില്ലാണ്ട് വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തോടു കൂടി ആ പരിപാടി ഞാൻ അങ്ങോട്ട് നിർത്താണ്. ഇച്ചിരി വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത്. ആ കുളിപ്പിക്കുന്നതിന് മുന്നേ ഒന്ന് അങ്ങോട്ട് കാമാക്കി നമുക്ക് ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. ഉവാവൊക്കെ മാറണ്ടേ, ഇങ്ങനെ വാവു ആയി കഴിഞ്ഞാൽ അപ്പിക്കുട്ടിയാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ മനസ്സിലായിട്ടാണോ അല്ലാഞ്ഞിട്ടല്ല ആളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എന്തായാലും ആൾ നല്ല മൂഡിലാണെന്ന് ആളിങ്ങനെ പിടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെയ്യാനുള്ള പരിപാടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ കൂട്ടിലുള്ള കുഞ്ഞൂസിനൊന്നും ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഒരു നൃത്തം കാണുമ്പോൾ ശങ്കരി കുഞ്ഞൂസ് ഏകദേശം ഒരേപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. കുളിപ്പിച്ചതിന് ശേഷം നേരെ അവനങ്ങോട്ട് കാർ പൗച്ചിൽ നമ്മൾ അങ്ങോട്ട് കെട്ടിയിട്ട് കേട്ടോ. എന്നാലും ഗേറ്റ് ജസ്റ്റ് തുറന്നിട്ടതായതുകൊണ്ട് ഞാൻ മറ്റവരുടെ രണ്ടാളുടെ കൂട് ഇങ്ങനെ സൈഡിലാക്കി വെച്ചു. പോവാൻ വിചാരിച്ചാൽ അവൻ പോവും, എന്നാലും നമ്മുടെ ധൈര്യത്തിന് അവൻ പോകരുത് എന്നുള്ള രീതിയിൽ പറ്റുന്ന രീതിയിലൊക്കെ അങ്ങോട്ട് സെറ്റാക്കി ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ശേഷമാണ് ഞാൻ പോയിട്ട് ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ അവൻ്റെ അടുത്ത് വന്നിട്ട് അവനെ ഇനി കൂട്ടിലാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എണീക്ക് നമുക്ക് കൂട്ടി പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, ആൾ നല്ല കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി ഇത്രയും നല്ല മെട്ടുവിനെ ഞാൻ കണ്ടിട്ട്. കാരണം ഒരു വസ്തു ആൾ കേൾക്കില്ലായിരുന്നു, നമ്മൾ പറയുന്നത് കേൾക്കാതെ ആളങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ചീകിയൊക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ മേട്ടൂന് അനുസരണ ഇല്ലേന്ന്. മേട്ടൂന് അനുസരണ ഇല്ല എന്നല്ല, മേട്ടൂന് കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളായിട്ട് തന്നെ മേട്ടൂൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അത് മറ്റൊരു വ്ളോഗായിട്ട് തന്നെ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ അവനെ ചീക്കിയൊക്കെ ആക്കിയതിന് ശേഷം നേരെ അങ്ങോട്ട് കൂട്ടിലാക്കി. പാവം ഇനി കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ആൾക്ക് തേക്കാനുണ്ട്. ഒന്നുകൂടെ അങ്ങോട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് കൂട്ടിലാക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൂടുമെല്ലാം ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞൂസിനെ ഞങ്ങൾ ജസ്റ്റ് ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. കുഞ്ഞൂസിൻ്റെ കൂട്ടിലാണ് മേട്ടൂന് ഇട്ടത്. മേട്ടൂൻ്റെ കൂട്ടിലെ ഫാൻ നന്നാവാത്തതുകൊണ്ട് അതൊരു കാരണമാക്കേണ്ട എന്നുള്ള രീതിയിലാട്ടോ കുഞ്ഞൂസിൻ്റെ കൂടെ ഇനിയിപ്പോൾ അവരെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കണത്. കൂട്ട് കയറിയപ്പോൾ തന്നെ ഇവരെന്താ ഇവിടെ, കുഞ്ഞൂസ് എവിടെ എന്നുള്ളൊരു ഭാവം നമ്മൾ മേട്ടൂനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ശങ്കരിനെ ഇറക്കി ശങ്കരിനെ ഒന്ന് ചീക്കി കൊടുത്തു. അയ്യോ, പിന്നെ മൂന്നാൾ അങ്ങോട്ട് കൂട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, കുഞ്ഞൂസിൻ്റെ കൂട്ടിൽ മേട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്കും തോന്നുന്നില്ലേ ഗൈസ്?